ഹായ് നമസ്കാരം, വിനായകാണ്. നമ്മുടെ സെയിൽസ് KPIs അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ KPI ആണ് പൈപ്പ് ലൈൻ ആൻഡ് ഫണൽ KPIs എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ക്രിട്ടിക്കലി നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസ് സ്റ്റോപ്പ് ആവുന്നത് എന്തുകൊണ്ടാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഇതിന്റെ പൈപ്പ് ലൈനിന്റെ ഇമ്പോർട്ടൻസും വാല്യൂ അറിയുന്ന ഓൺടർപ്രണേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് ലൈനിൽ ഇനിയും ബിസിനസ് വരാനുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. സോ എന്ത് ചെയ്യണം? നമ്മൾ ടാർഗറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷെ അതിലെന്ത് ചെയ്യുക? ആ പൈപ്പ് ലൈനിൽ എത്രത്തോളം വരുന്നുണ്ട് അത് നമ്മൾ എൻഷുർ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ KPI വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ആളുകൾ വന്നത് എത്ര പേര് നിന്നു, അല്ലെങ്കിൽ എത്ര പേര് ഡ്രോപ്പ് ഓഫ് ചെയ്തു. നമ്മളെ പ്രൊജക്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ബിസിനസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്ട് നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ട് പലരും എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് എത്രത്തോളം വരുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ ഫോർകാസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല, ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ വളരെ, അതായത് ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ വിളിക്കണം എന്നാണ് ഗ്ലോബൽ ആവറേജ് പോലും പറയുന്നത്. അതിൽ തന്നെ 2 മിനിറ്റ്സിലൊക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള എത്രയോ കമ്പനീസ് ഉണ്ട്, മൾട്ടിനാഷണൽ കമ്പനീസ്. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഓട്ടോമേഷൻ പോലത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ എത്തിക്കാൻ വേണ്ടി പറ്റും. സോ ഇത് ഒരു പരിധി വരെ ലീഡ് ഏജിങ് പറഞ്ഞാൽ എത്ര കാലമായിട്ട് നമ്മുടെ ലീഡ് അങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആവറേജ് സെയിൽസ് സൈക്കിൾ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. അതായത് ഈ ലെങ്ത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഒരു ലീഡ് വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലോസ് ആണെങ്കിൽ 6 മാസമാണ് ഇതിന്റെ കാലാവധി നടക്കുന്നത്. അപ്പൊ അത് കുറച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കുറഞ്ഞു വരിക, ലീഡ് ഏജിംഗ് ഒക്കെ കുറഞ്ഞു വരിക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പൈപ്പ് ലൈൻ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ബിസിനസ് വളരെ പെട്ടെന്ന് നമുക്ക് റവന്യൂ ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്രോത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി പറ്റും.